എന്താണ് താങ്കൾക്കുള്ള എതിർപ്പ് ഇക്കാര്യത്തിൽ എന്താണ്? രാഹുൽ പറയുന്നുണ്ട് താങ്കൾ അനുകൂലിക്കുകയാണോ? ഇതൊരു അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന രീതിയിലാണോ താങ്കൾ കാണുന്നത്? എനിക്കൊരു 72 സെക്കൻഡ് തരണം, ഞാൻ ഒന്ന് പൂർണ്ണമായിട്ട് എനിക്ക് പറയാം. ഓക്കെ, ഒന്നാമത്തെ കാര്യം, പോസ്റ്റർ, ആ പറയുന്ന പോസ്റ്റർ അത് ചെയ്തത് തെറ്റല്ല. ഒന്നാമത്തെ കാര്യം, എനിക്ക് മുഴുവൻ പറയാൻ അവസരം തരണം. 2, അങ്ങനെ പോസ്റ്റർ ഇട്ടാൽ അത് തെറ്റല്ല എന്നിരിക്കെ അത് കണ്ടിട്ട് അതിലൊരു വിഷമം തോന്നാനുള്ള അവകാശം മുഹമ്മദ് നബിയെ അല്ല എന്നിരിക്കെ സാധാരണ മുസ്ലിമിൻ്റെ പേര് മുഹമ്മദ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചോദ്യപേപ്പറിൽ ഒരു മുഹമ്മദ് എന്ന പേരിട്ടപ്പോൾ തൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് ആവർത്തിച്ച് പറയുകയും കോടതി പോലും നിരീക്ഷിച്ചതിന് ശേഷവും അത് ആവർത്തിച്ച് പറഞ്ഞിട്ടും അല്ല, അത് മുഹമ്മദ് നബിയുടെ പേര് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയാണോ മുസ്ലിങ്ങൾ ഇന്നും ജോസഫ് മാഷെ കരിവാരി തേക്കുന്നത്, എങ്ങനെയാണോ ഈ സുഹരിയെ പോലെയൊക്കെയുള്ള ഉസ്താദുമാർ, മാതൃഭൂമിയുടെയൊക്കെ അവാർഡ് വാങ്ങിയിട്ടുള്ള ആളാണ്, ആ അറ്റുപോകാത്ത ഓർമ്മകൾ എന്ന് പറയുന്ന പുസ്തകം മുഖത്ത് വെച്ചിട്ട് കൊഞ്ഞനം കുത്തി ചിരിച്ചുകൊണ്ട് ഇന്നും അതിനെ ആ രീതിയിൽ അപഹസിക്കുന്നത് എങ്ങനെയാണോ ആ രീതിയിൽ കുരു പൊട്ടാനുള്ള അവകാശം അത് ഹിന്ദുവിനും ഉണ്ട്. 2 അതാണ്. മൂന്നാമത്തത്, അങ്ങനെ ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ എങ്ങനെയാണോ ഇത്ര കാലവും ഇതുപോലെയുള്ള വിഷയങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് മതനിയമം അല്ലെങ്കിൽ മതനിന്ദാ നിയമം എന്ന് പറയുന്ന ഒരു ഫ്രെയിം വർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ അതിനെ വെപ്പണൈസ് ചെയ്തുകൊണ്ട് കാലങ്ങളായിട്ട് മുസ്ലിങ്ങൾ സർ തെൻസെ ജുദ എന്ന് പറഞ്ഞ് കലാപമുണ്ടാക്കി ഇവിടെ നമ്മളുടെ നുപൂർ ശർമ്മയെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചത് എന്നതുപോലെ ആ മാപ്പ് പറയിപ്പിക്കാനുള്ള അവകാശം അത് ഹിന്ദുവിനുണ്ട്. ഇതാണ് ഞാൻ പറയുക. ഇനി 4ാമത്തെ കാര്യം, എന്നെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്ര ചിന്തകൻ അല്ലെങ്കിൽ എക്സ് മുസ്ലിം അല്ലെങ്കിൽ ഒരു ഏത്തീസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്നു, മതനിന്ദാ നിയമം എന്ന് പറയുന്നത് എടുത്തു കളയേണ്ട സാധനമാണ്. ഒന്നുകിൽ ഈ മതനിന്ദാ നിയമം എടുത്തു കളയുക, അതല്ല അത് അപ്ലൈ ചെയ്യുന്നുണ്ട് എങ്കിൽ അതെല്ലാവർക്കും ഈക്വലായിട്ട് കുരുപൊട്ടാനും അത് എടുത്തു വെച്ചുകൊണ്ട് വെപ്പണൈസ് ചെയ്യാനുള്ള അവകാശം നിങ്ങൾ വെച്ചു കൊടുക്കുക. ഇവിടെ അതല്ല നടക്കുന്നത്. ഇവിടെ ഇപ്പോൾ കാണുന്നത് എന്താണ്? ഇപ്പോൾ കാണുന്ന ഒരു കാര്യമാണ്, ഇരട്ടത്താപ്പാണ്. എന്താണ് ഇരട്ടത്താപ്പ്? ഇവിടെ നുപൂർ ശർമ്മ വിഷയത്തിലായാലും TJ ജോസഫിൻ്റെ വിഷയത്തിലായാലും എന്താണോ സംഭവിച്ചത്, അന്ന് അത് തെറ്റായി പോയി. അവരുടെ വ്രണം പൊട്ടുന്നത് നിങ്ങൾ സൂക്ഷിക്കണമായിരുന്നു. TJ ജോസഫിനെ മഠയൻ എന്ന് വരെ വിളിക്കുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ സമാനമായ രീതിയിൽ ഈ പോസ്റ്റർ ഒട്ടിച്ച ആളെയും മഠയൻ സൂക്ഷിക്കണമായിരുന്നു എന്ന് പറയേണ്ട ആളുകൾ അത് പറയുന്നതിന് പകരം അത് തെറ്റാണ്, അത് ശരി, അത് ചെയ്തതിൽ തെറ്റൊന്നുമില്ല, ഇത് പ്രതികരിക്കുന്ന ആളുകൾ ഇല്ല എന്നല്ല, മാപ്പ് പറഞ്ഞല്ലോ ഇനി വിഷയമില്ല എന്ന രീതിയിലാണ് പ്രതികരണം. പലരും പരസ്യമായിട്ട് പ്രതികരിക്കുന്നില്ല, അത് ശരിയാണ്, പക്ഷേ പ്രതികരിക്കുന്നവർ അതാണ് പറയുന്നത്. അതെ. അപ്പോൾ നിങ്ങൾ ഈ സാധനത്തെ അഭിപ്രായ സ്വാതന്ത്ര്യമായിട്ടും ഈ സാധനത്തിൽ തെറ്റൊന്നുമില്ല എന്ന് പറയാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ ബേബിയെ പോലെയുള്ള മന്ത്രിമാരായിട്ടുണ്ടായിരുന്ന ആളുകൾ പോലെ അന്ന് പറഞ്ഞത് ജോസഫ് മാഷെ ഇപ്പോഴും കരിവാരി തേക്കുന്ന ആളുകളാണ്. അപ്പോൾ ആ ഇരട്ടത്താപ്പിനോടൊപ്പം എനിക്ക് നിൽക്കാൻ കഴിയില്ല. എൻ്റെ വിഷയം അതാണ്. ഇവിടെ നിങ്ങൾ കുരുപൊട്ടാനുള്ള അവകാശം അത് മുസ്ലിമിന് വെച്ച് കൊടുക്കുന്നത് പോലെ ഹിന്ദുവിനും ആ അവകാശം ഉണ്ടെന്ന് നിങ്ങൾ സമ്മതിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി മതനിന്ദാ നിയമത്തെ നിങ്ങൾ ഉപയോഗിക്കുന്നു, അത് വെച്ചുകൊണ്ട് വെപ്പണൈസ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള അവസ്ഥയും ഈ പറയുന്ന ആളുകൾക്ക് ഉണ്ടാകണം എന്നാ ഞാൻ. രാഹുൽ, താങ്കൾ പറഞ്ഞ പോലെ അല്ല ഇത്. അദ്ദേഹം പറയുന്നത് കോമൺ ആയിട്ടാണ്, എല്ലാവരുടെയും കാര്യത്തിലാണ്. ഇരട്ടത്താപ്പ് പാടില്ല എന്നാണ് പറയുന്നത് രാഹുൽ. അപ്പോൾ രാഹുൽ ഈശ്വരനോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ പറയുന്ന കാര്യങ്ങളുടെ ആ ആഴം മനസ്സിലാക്കാതെ എന്തൊക്കെയോ കേട്ടിട്ട് എന്തൊക്കെയോ പുലമ്പുകയാണ് ചെയ്യുന്നത്. ഞാൻ അതിന് ഉത്തരവാദിയല്ല. നിങ്ങൾ മനസ്സിലാക്കിയതിന്റെ പ്രശ്നമാണ്, അതെന്റെ ഉത്തരവാദിത്തമല്ല. ഞാൻ പറഞ്ഞത് എന്താണെന്നുള്ളത് ഇവിടെ ക്ലിയർ ആണ്. ഓക്കെ, ഈ കാർട്ടൂൺ ഓക്കെ ആണോ? ജോസഫ് മാഷ് ആ ചോദ്യപേപ്പർ ഇട്ടത് ശരിയാണെങ്കിൽ ഇതും ശരിയാണ്. അത് തെറ്റല്ല, അത് കോടതി പോലും അത് തള്ളി. അത് തെറ്റല്ല. അത് തെറ്റല്ലാത്തത് എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഈ പറയുന്ന ജയിലിൽ കിടക്കുന്ന കുറ്റവാളികളെ നിങ്ങൾ എടുക്കുക, കൊലപാതകികളും ബലാത്സംഗികളും ഈ പിഡോഫിൽസും ആയിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് നിങ്ങൾ എടുത്തിട്ട് അതിനകത്ത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുടെ പേര് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തും കാണും മുഹമ്മദ്. അപ്പൊ മുഹമ്മദ് എന്ന് പറയുന്നത് ഇവിടെയുള്ള സാധാരണ മുസ്ലിമിന്റെ പേരായിരിക്കെ അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു ചോദ്യപേപ്പർ ഇട്ട് കഴിയുമ്പോൾ അത് മുഹമ്മദ് നബി ആണ് എന്ന് തെറ്റിദ്ധരിക്കാനുള്ള അവകാശം മുസ്ലിമിനുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ പോസ്റ്റർ ഒട്ടിക്കുന്നതും ഈ പോസ്റ്റർ പോലെ കാര്യങ്ങൾ ചെയ്യുന്നതും അത് ഒരു തെറ്റാണെന്ന് കാണാനുള്ള അവകാശം ഹിന്ദുവിനുണ്ട് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ചോദ്യപേപ്പർ ഇട്ടത് ശരിയാണെന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോസ്റ്റർ ശരിയാണെന്ന് തന്നെയേ ഞാൻ പറയുള്ളൂ. ഞാൻ കാര്യം മുഴുവനായിട്ട് പറഞ്ഞു. നിങ്ങൾ ഇടയ്ക്ക് കയറി സംസാരിച്ചതുകൊണ്ട് നിങ്ങൾക്ക് കാര്യം ഇടപെടുകയാണ്. ഷാബു, രാഹുൽ പറയുന്ന കാര്യം എന്നത് ഇത് മാപ്പ് പറയുകയുണ്ടായി, അത് അബദ്ധം പറ്റിയെന്ന് അവർ തന്നെ പറഞ്ഞു, ഞങ്ങളത് പിൻവലിച്ചു എന്ന് പറയുന്നു. ഞാൻ നേരിട്ടറിഞ്ഞ കാര്യമല്ല എന്ന് ആ മന്തിക്കടയുടെ ഉടമയും പറയുന്നുണ്ട്. ഇതാണ് രാഹുലിന്റെ വാദം. അതുപോലെ തന്നെ
ഈ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഇതിനെ എതിർത്തിട്ടുണ്ട്. അല്ലാതെ ഈ കടയുടെ ഉടമയെ അനുകൂലിച്ചുകൊണ്ട് ആ വിഷു പരസ്യം ഉണ്ണിക്കണ്ണന്റെ മുന്നിൽ ചിക്കൻ മന്തി വെച്ചു കൊടുത്തതിനെ അനുകൂലിക്കുന്നില്ല. ഇതാണ് രാഹുലിന്റെ വാദം. പക്ഷെ നിങ്ങൾ പറയുന്നത് ഇതിൽ ഇരട്ടത്താപ്പാണെന്നാണ്. മഞ്ജുഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ. വളരെ 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 ഇതായിട്ട് നമ്മുടെ കോമൺ സെൻസ് ആണിത്, വെറും കോമൺ സെൻസ്. ഉണ്ണിക്കണ്ണൻ്റെ മുമ്പിൽ ഇറച്ചി വെച്ച് കൊടുക്കുമ്പോൾ ഇത് ആർക്കും ഒരു പ്രശ്നം, വളരെ നിഷ്കളങ്കമായിട്ട് ഈ സമൂഹം എടുത്തോളും എന്ന് ഇവർ കരുതിയിരുന്നു എന്ന് വിശ്വസിക്കാനും മാത്രമൊന്നും മണ്ടന്മാരൊന്നും അല്ല നമ്മൾ. പിന്നെ മാപ്പ് പറഞ്ഞില്ലേ, ഞാൻ മഞ്ജുഷനുടെ കാരണത്തിനുള്ള ഒറ്റ പൊട്ടീര് പൊട്ടിച്ചോ സോറി കേട്ടോ എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും മഞ്ജുഷ? ഞാൻ മാപ്പ് പറഞ്ഞില്ലേ, ഇനി അതങ്ങ് മറന്നൂടെ? ഇത് എന്ത് ന്യായമാണിത്? അതിലൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. അതായത് ഇപ്പോൾ ഇവിടെ ഷാബു പ്രസാദ് അത് പറയുമ്പോൾ അല്ലെങ്കിൽ RV ബാബു അത് പറയുന്ന സമയത്ത് ഞാൻ അതിൽ കാണുന്നൊരു കാര്യമുണ്ട്. ഇതൊരു റിയാക്ഷനാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ആ റിയാക്ഷൻ ഇവിടെ ഉണ്ടാകുന്നു എന്ന സാഹചര്യമാണ് ഇവിടുത്തെ പ്രശ്നം. അല്ലാതെ നിങ്ങൾ റിയാക്ഷൻ അല്ല പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത്. ആ സാഹചര്യം എങ്ങനെ ഉണ്ടായി? ആ സാഹചര്യം ഇന്നലെ ഞാനൊരു പോസ്റ്റ് കണ്ടതാണ്. ഒരു മുസ്ലിം സഹോദരൻ ഇതിനെ അനുകൂലിക്കുകയാണ്. ഈ പറയുന്ന പോസ്റ്റർ ഇട്ടതിനെയും ഈ അറസ്റ്റിനെയും അവിടെ വിരോധിച്ചുകൊണ്ട് ആൾ പറയുന്ന കളിയാക്കിക്കൊണ്ട് പറയുന്നതാണ്. അതായത് അവസാനം മിഥ്യയായ ശ്രീകൃഷ്ണനെ രക്ഷിക്കാൻ അവസാനം പോലീസിന്റെ നിയമം വേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ഇവിടെ അവര് വീണ്ടും ആവർത്തിക്കുന്ന എന്താണ്, ശ്രീകൃഷ്ണൻ മിഥ്യയാണെന്ന് അവർ സമ്മതിക്കുകയും അതിനെ ആ രീതിയിൽ വീണ്ടും അധിക്ഷേപിക്കുകയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, ഈ പറയുന്ന ജോസഫ് മാഷിന്റെ വിഷയം വന്നപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ നുപൂർ ശർമ്മയുടെ വിഷയം വന്നപ്പോൾ ഈ മുഹമ്മദ് നബീനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നുപൂർ ശർമ്മയെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഈ മുഹമ്മദ് നബീനെ രക്ഷിക്കാൻ, അള്ളാഹുവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതേ നിയമം തന്നെയല്ലേ ഇവിടെ വന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി ഇവിടെ മറന്നു പോകുന്നത്, ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഇന്ത്യയിൽ ഈ 295A എന്ന് പറയുന്ന നമ്മൾ IPC ഉണ്ടായിരുന്ന സാധനം ഇവിടെ വന്നത് ആദ്യം? അത് ഒരു ശിവനെ രക്ഷിക്കാനോ ബ്രഹ്മാവിനെ രക്ഷിക്കാനോ ശ്രീകൃഷ്ണനെ രക്ഷിക്കാനോ അല്ല. രംഗീല റസൂൽ ആ പറയുന്ന വിഷയത്തിലേക്ക് നിങ്ങൾ പോകേണ്ടി വരും. അവിടെ ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മതനിന്ദാ നിയമം ഇന്ത്യയിൽ ആദ്യം കൊണ്ടുവന്നത്? ബ്രിട്ടീഷുകാർ അത് കൊണ്ടുവന്നത് വീണ്ടും നോക്കുകയാണെങ്കിൽ അള്ളാഹുവിനെ രക്ഷിക്കാൻ തന്നെയാണ്. അപ്പോൾ ഈ മതനിന്ദ എന്ന് പറയുന്നത് സെമറ്റിക് മതങ്ങളുടെ ഒരു ആയുധമാണ്. ആ ആയുധം ഇന്ന് അവർ ഉപയോഗിച്ച് അത് ഇന്ന് മറ്റുള്ള മതങ്ങൾ അത് ഉപേക്ഷിച്ചെങ്കിലും ഇപ്പോഴും അത് കൊണ്ടു നടക്കുകയും ഇന്നും ലോകത്ത് ബ്ലാസ്ഫമി നിയമം വെച്ചുകൊണ്ട് ആളുകളെ കൊലയ്ക്ക് കൊടുക്കുകയും തൂക്കി കൊല്ലുകയും ചെയ്യുന്ന ഒരു മതമുണ്ടെങ്കിൽ അത് ഇസ്ലാമാണ്. ഇന്ന് അത് ചെയ്തുകൊണ്ട് അവർക്ക് അത് ചെയ്യുന്നത് അവരുടെ മതത്തിന് ചെയ്യുമ്പോൾ മാത്രം പ്രശ്നവും ബാക്കി മതങ്ങളുടെ കാര്യങ്ങൾ അത് ചെയ്യുമ്പോൾ അത് അവഹേളനമായിട്ട് തോന്നുകയും ഇല്ല എന്ന് പറയുമ്പോൾ അതൊരു പ്രശ്നം തന്നെയാണ്. ഇനി ഇവിടെ എന്താ ഉണ്ടായത്? ഈ സെമറ്റൈസേഷൻ ഓഫ് ഹിന്ദുയിസം അല്ലെങ്കിൽ സനാതനധർമ്മം അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അത് സംഭവിച്ചത് എന്തുകൊണ്ട് എന്നത് നമ്മൾ നോക്കുമ്പോൾ ഈ ബ്ലാസ്ഫമി നിയമം എടുത്ത് വെപ്പണൈസ് ചെയ്ത് കഴിയുമ്പോൾ അതിനോട് സാമാന്യമായിട്ട് ഉണ്ടായി വരുന്ന ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുന്ന സാധനത്തെ നമ്മൾ തിരിച്ചറിയുമ്പോൾ അവിടെ ആ റിയാക്ഷനെ നിങ്ങൾ വിമർശിച്ചുകൊണ്ടിരുന്നാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. ഇതിനുള്ള സാധ്യത ഉണ്ടാക്കി വെക്കുന്ന ഈ ഒരു കപട മതേതര ബോധം, ഈ സെന്റർ റൈറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കിടന്ന് മെഴുകുന്ന ഒരു രീതി, അത് നിർത്തിയിട്ട് പ്രശ്നത്തെ പ്രശ്നമായി കണ്ട് അതിനെ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യാൻ നിങ്ങൾ മുന്നോട്ട് വരാത്ത കാലത്തോളം അതേസമയത്ത് ഈ വിഷുക്കാലത്ത് തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ടായ മറ്റൊരു സംഭവം ഉണ്ടല്ലേ, ഒരു മുസ്ലിം ലേഡി അവർ പൂത്തിരി കത്തിക്കുകയും വിഷുവാശംസകൾ നേർന്നുകൊണ്ട് പോസ്റ്റ് ഇടുകയും ചെയ്തപ്പോൾ അതിൻ്റെ താഴെ വന്ന കമൻറ്റുകൾ കണ്ടില്ലേ മഞ്ജുഷേ? ഈ രാഹുൽ ഈശ്വറിൻ്റെ സെൻറ്റർ റൈറ്റും തേങ്ങാക്കൊലയും മാങ്ങാത്തൊലിയൊക്കെ എവിടെ പോയി കിടക്കുകയായിരുന്നു? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.